ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിഷസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഹൈദരാബാദിലത്തെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലോട്ടാണ് പോകുന്നത്. 9 o'clock ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ തന്നെ ഒരു ബസ്സിനാണ് നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നത്. കുറേ ദൂരം ഈ ബസ്സിൽ പോയി കഴിഞ്ഞാലാണ് അവിടെ എത്തുക. 8:45 ആയപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ രാമോജി ഫിലിം സിറ്റിയിലത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ പേഴ്സൺ 1593 റുപ്പീസാണ്. 1666 ഏക്കേഴ്സിലാണ് ഈ ഒരു ഫിലിം സിറ്റി ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണിത്. ശ്രീ രാമോജി റാവു ആണ് ഈ ഒരു ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ. 1996 ഇത് സ്ഥാപിച്ചത്. ഇവിടെ വരെയാണ് ആ ബസ്സിൽ നമ്മളെ കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇവരൊരു ഓപ്പണിംഗ് സെറമണിയൊക്കെ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ സർട്ടിഫിക്കറ്റാണ് ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ. പിന്നെ ഇവിടെ ആയിട്ടൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഓപ്പണിംഗ് സെറമണി. കുറേ ഡാൻസൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഇതിനപ്പുറത്തായിട്ട് വേറൊരു സ്റ്റേജിൽ ഒരു ഡാൻസും കൂടി ഉണ്ട്. അതിൽ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഡാൻസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അടുത്തതായിട്ടൊരു സ്റ്റണ്ട് ഷോ പോലെ ഉണ്ടായിരുന്നു. ഇന്ന് തൊട്ടപ്പുറത്ത് തന്നെ വൈൽഡ് വെസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിൻറ്റേജ് ബസ്സിൽ ആണ് പോകുന്നത്. അപ്പോൾ ഓരോ ബസ്സിനും ഓരോ ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഗൈഡ് നമ്മൾക്ക് ഓരോ മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു തരും. Now see on your front side, after the front side, detachable jug fountain made with Roman architecture. പിന്നെ ഇതൊരു മൾട്ടി പർപ്പസ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് പാലസ്, ബാക്ക് സൈഡ് ഹവേലി, പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് കോളേജും സ്കൂൾ എൻട്രൻസ് ആണ്. ഇവിടെയുള്ള മിക്ക ബിൽഡിങ്സും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പോലും നല്ല റിയലിസ്റ്റിക് ആയിട്ടാണുള്ളത്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മഹാഭാരതത്തിൻ്റെ സെറ്റിലോട്ടാണ്. ഇതാണ് ആ ഒരു സ്ഥലം. ഇത് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് രാജധാനി. അപ്പോൾ ഇതിൽ കിങ്ങും പിന്നെ മിനിസ്റ്റേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ബാഹുബലിയുടെ സെറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഇങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചർ പോലെയും ആ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആനയും കുതിരയും ഒക്കെ അവിടെ ഉണ്ട്. സോ ഇതാണ് മഹിർമതി കൊട്ടാരം. പിന്നെ ഇതാണ് ദേവസേനയുടെ തടവറ. പിന്നെ ബാഹുബലിയിലെ പൽവാൾ ദേവന്റെ പ്രതിമയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതും ഫൈറ്റ് സീനിൽ പൽവാൾ ദേവൻ വരുന്ന രഥമാണ്. ഈ കാണുന്നതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ.
അടുത്തതായിട്ട് നമ്മൾ ആനിമേഷനൊക്കെ പോലത്തെ ചെയ്യുന്നൊരു ഹോളിലോട്ടാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഓരോ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോഴത്തേനും ഈ സ്ക്രീനിൽ കാണുകയാണ് ചെയ്യുക. സോ സ്ക്രീനിൽ അതൊരു അവതാർ വേർഷനൊക്കെ പോലെ വരും. അടുത്തായിട്ട് കുറേ വീടൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ആണെങ്കിൽ വേറൊരു കൺട്രിയുടെ പോലെയാണ് ഫീൽ ചെയ്യുക. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു എയർപോർട്ട് പോലെ ഒരു ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലത്തെ സ്ഥലങ്ങളാണ്. ഇതാണ് ഹവാമഹൽ. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെയാണുള്ളത്. ഇത് ചൈനീസ് സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ലൈക്ക് വെള്ളത്തിൻ്റെ നടുക്കാണ് അതുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ വാട്ടർ സ്ട്രീം പോലെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതും ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. ഇവിടെ ആണെങ്കിൽ കുറേ വെറൈറ്റി ബട്ടർഫ്ലൈസ് ഉണ്ട്. പിന്നെ ഇത് ബേർഡ്സിനെയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് കേജിലിട്ടിരിക്കുന്ന ബേർഡ്സാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മളൊരു കേവ് പോലെ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. പോകുന്ന എൻട്രൻസിലൊക്കെ ഇവരിങ്ങനെ സ്കൾപ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേവിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഓരോ സ്കൾപ്ചേഴ്സൊക്കെ പോലെ തന്നെയാണ് ഉള്ളത്. ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ ആ വഴിയിലുള്ള സീനറീസാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ കുറേ ജമന്തിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബോൺസായി ആണ്. അവിടെ കുറേ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോകാനുള്ളതുകൊണ്ട് അവിടെ അധികം ഒന്നും നിന്നില്ല. സോ ഇനി നമ്മൾ പോകുന്നത് രാമോജി മൂവി മാജിക്കിലോട്ടാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഷോസൊക്കെ കണ്ടു. സോ ഇവിടെ തന്നെ കാണാനായിട്ടൊക്കെ ഭയങ്കര രസമാണ്. സോ ഇതാണ് അതിലത്തെ ഒരു ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പോയ സ്ഥലം. ഇത് നമ്മളൊരു വണ്ടിയിലാണ് പോകുന്നത്. സോ ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അനങ്ങുന്നൊക്കെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓരോ സ്ഥലവും ഓരോ തീമൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സ്ഥലം ഇപ്പോൾ ഇത് ഫ്രാൻസ് ആണെങ്കിൽ ഇനി അടുത്ത സ്ഥലം ലൈക്ക് ഒരു കോഫി അങ്ങനത്തെ കഫേ ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് തീമിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു റൈഡിൽ ഉണ്ടാവുക. ഇനി അടുത്തായിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ആയിരുന്നു. ആൻഡ് ഇതാണ് വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ. പക്ഷേ ഇത് ഞങ്ങൾ അധികമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതിൻ്റെ അവസാനം നമുക്ക് കുറേ നോട്ടൊക്കെ എറിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ രാമോജിയുടെ. ഇത് കഴിഞ്ഞിട്ടൊരു ക്ലോസിങ് സെറിമണിയും കൂടെ ഉണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.